സാർ, കൃഷിഭവൻ തലത്തിലും ജില്ലാതലത്തിലും രൂപീകരിച്ചിട്ടുള്ള കാർഷിക വികസന സമിതികൾ കൃത്യമായി യോഗം ചേരുന്നുണ്ടോ? അവ വിലയിരുത്താറുണ്ടോ? ഞാൻ പ്രതിനിധീകരിക്കുന്ന പാറശാല മണ്ഡലം തരിശുരഹിത മണ്ഡലമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പങ്കെടുത്ത് പ്രഖ്യാപിച്ചതാണ്. അവിടെ ഒരു സ്മാർട്ട് കൃഷിഭവൻ്റെ നിർദ്ദേശമുണ്ടായിരുന്നു. അത് ലഭ്യമാക്കാനാവുമോ? മിനിസ്റ്റർ. സർ, കൃഷിഭവൻ തലത്തിലും ജില്ലാ അടിസ്ഥാനത്തിലുമുള്ള ഈ കാർഷിക വികസന സമിതി എല്ലാ മാസവും യോഗം ചേരണം എന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ജില്ലാതലത്തിലുള്ള കാർഷിക വികസന സമിതി 2 മാസത്തിലൊരിക്കലും നടത്തണമെന്നാണ് നേരത്തെ നിഷ്കർഷിച്ചിരുന്നതല്ല. ഈ നടപ്പ് സാമ്പത്തിക വർഷം 1076 കൃഷിഭവനുകളിലായി 5159 കാർഷിക വികസന സമിതി യോഗങ്ങൾ ചേർന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് കണക്കുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതെല്ലാം കൃത്യമായി ചേരുന്ന കാര്യം പരിശോധിക്കുന്നതോടൊപ്പം തന്നെ ഈ കാർഷിക വികസന സമിതികൾ കൃഷിഭവൻ തലത്തിൽ മാസത്തിലെ 2ാം ചൊവ്വാഴ്ചയും ജില്ലാ കാർഷിക വികസന സമിതി മാസത്തിലെ അവസാനത്തെ ചൊവ്വാഴ്ചയും ചേരണമെന്നതിനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏപ്രിൽ 1 മുതൽ ഈ കാര്യത്തിനകത്ത് അത് നടപ്പിലാക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത് കൃഷി ഓഫീസർമാർക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ എയിംസ് പോർട്ടലിൻ്റെ ഭാഗമായി അത് വരും. അത് അവലോകനം ചെയ്യുന്നതിനുള്ളതും സംസ്ഥാന അടിസ്ഥാനത്തിൽ തന്നെ വിലയിരുത്തുന്നതിനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. അദ്ദേഹം ചോദിച്ചത് മറ്റൊരു കാര്യം അവിടുത്തെ കൃഷിഭവൻ്റെ സ്മാർട്ട് കൃഷിഭവനാക്കുക എന്ന അടിസ്ഥാനത്തിലാണ്. 2025-26 നമ്മുടെ സ്റ്റേറ്റ് പ്ലാൻ വിഹിതമില്ല എങ്കിലും RADF 31 ഉൾപ്പെടുത്തി അത് അനുവദിക്കുന്ന കാര്യം പരിഗണിക്കുന്നതായിരിക്കും.